CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകുന്നത്. നാളെ ആലപ്പുഴയിൽ ആണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക. ദീപശിഖ റാലി ഇന്ന് വയലാർ രക്തസാക്ഷി കുടീരത്തിൽ നിന്ന് ആരംഭിക്കും. സമ്മേളന നടപടിക്രമങ്ങൾ നിശ്ചയിക്കുന്നതിനായി CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് ആലപ്പുഴയിൽ ചേരുന്നുണ്ട്. പാർട്ടിയിൽ ഒരു വിഭാഗത്തിന്റെ എതിർപ്പുണ്ട് എങ്കിലും ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത. പാർട്ടി നേതൃത്വത്തിനും സംസ്ഥാന സർക്കാരിനും CPIഎമ്മിനും എതിരെ രൂക്ഷ വിമർശനം സമ്മേളനത്തിൽ ഉയർന്നേക്കും. ശരണ്യ സ്നേഹജൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരണ്യ, രണ്ട് തലത്തിലാണല്ലോ ഈ വിഷയത്തെ നമുക്ക് നോക്കിക്കാണേണ്ടത്. ഒന്ന്, സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന മുന്നണിയുടെ ഭാഗമായിട്ടുള്ള CPI, അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, മന്ത്രിമാരുടെ പ്രകടനങ്ങൾ ഒക്കെ ചർച്ച ചെയ്യപ്പെടും. അതേസമയം തന്നെ പാർട്ടി ആഭ്യന്തരമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് എറണാകുളം ജില്ല, അത്തരം വിഷയങ്ങൾ ഏത് നിലയിലായിരിക്കും സമ്മേളനത്തിൽ ഉയർന്നു വരികയെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? അഭിലാഷ, നമുക്കറിയാം ജില്ലാ സമ്മേളനങ്ങളുടെ ഭാഗമായി കൊല്ലം, എറണാകുളം, ഒപ്പം തന്നെ പത്തനംതിട്ട തുടങ്ങിയ ഇടങ്ങളിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള വിഭാഗീയ കാഴ്ചപ്പാടുകളെ എല്ലാം മറികടന്നുകൊണ്ട് സമ്മേളനത്തെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് CPIയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വം ആ രീതിയിലുള്ള അനുരഞ്ജന ചർച്ചകളും ഒപ്പം തന്നെ നേതാക്കന്മാരുമായി സംസ്ഥാന സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വളരെ നേരത്തെ തന്നെ അത്തരമുള്ള സംസാരങ്ങൾ, അത്തരമുള്ള അനുനയിപ്പിക്കൽ ശ്രമങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. മാത്രമല്ല, കൃത്യമായ ഒരു താക്കീതോടു കൂടിയാണ്, അതായത് വിഭിന്ന സ്വരങ്ങൾ ഉയർന്നാൽ അത്തരത്തിലുള്ള വിഭാഗീയ ആശയങ്ങളുമായി ആരും ആലപ്പുഴയ്ക്ക് വണ്ടി കയറേണ്ടതില്ല എന്ന് അദ്ദേഹം സംസ്ഥാന കൗൺസിൽ തന്നെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ തന്നെ അദ്ദേഹം അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തതാണ്. അത്തരത്തിലൊരു വിഭാഗീയ കാഴ്ചപ്പാടുമായി ആരും പോകേണ്ടതില്ല എന്നുള്ളതാണ്. കാനം പക്ഷത്തിന്റെ കൂടെ പൂർണ്ണ പിന്തുണയോടുകൂടി ബിനോയ് വിശ്വം തന്നെ ഇത്തവണയും സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരും എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്ന. അത്തരത്തിൽ മറ്റൊരു മത്സര സാധ്യതകളൊന്നുമില്ല. അങ്ങനെ ഒരു മത്സര സാധ്യതകളിലേക്ക് കടക്കുകയാണെങ്കിൽ തന്നെ അതിൽ കർശനമായ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ വലിയ വിമർശനം ബിനോയ് വിശ്വത്തിനെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉൾപാർട്ടി ആധിപത്യം അടക്കമുള്ള കാര്യങ്ങൾ വെച്ചു പുലർത്തുന്നതിൽ അദ്ദേഹം പുറത്തു പറയുന്ന കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ നടപ്പിലാക്കുന്നില്ല എന്നുള്ള ഒരു വലിയ വിമർശനം ഉയർന്ന ഘട്ടത്തിലായിരുന്നു ജില്ലാ സമ്മേളനങ്ങളിലേക്ക് CPI കടന്നത്. പക്ഷേ ചുരുക്കമിടങ്ങൾ ഉയർന്ന, ഇപ്പോൾ പത്തനംതിട്ടയൊക്കെ ചിറ്റയം ഗോപകുമാറിനെ ആ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ചുരുക്കം ചില ഇടങ്ങളിൽ ഉയർന്ന ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രതിഷേധം ചുരുക്കം ചില ഇടങ്ങളിലായി ചുരുങ്ങുന്നതാണ് നമ്മൾ ജില്ലാ സമ്മേളനങ്ങളിലുടനീളം കണ്ടത്. പക്ഷേ ഇത്തവണയും അത്തരത്തിൽ ആ പ്രശ്നങ്ങൾ ഒതുക്കി മുന്നോട്ട് പോകുന്നു എന്നൊരു വിലയിരുത്തൽ ഉണ്ടെങ്കിൽ പോലും അങ്ങനെയല്ല കാര്യങ്ങൾ പോവുക, അത്ര സ്മൂത്തായി കാര്യങ്ങൾ പോകില്ല എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കാരണം സർക്കാരിനെതിരെയുള്ള വിമർശനം തന്നെയാണ് പ്രധാനമായും ഈ ഇടതുമുന്നണിയിലെ ഒരു പ്രധാന കക്ഷിയായ CPI അവരെടുക്കേണ്ട നിലപാടുകൾ പലപ്പോഴും അയവ് വരുത്തുന്നു, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രത്യേകിച്ച് CPIഎമ്മിന് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ള ആക്ഷേപം വലിയ രീതിയിലുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളമാണ്. ഇപ്പോൾ നമുക്കറിയാം കെ രാജൻ അടക്കമുള്ള ആളുകൾക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലമൊക്കെ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കണം. നമുക്കറിയാം പോലീസ് മർദ്ദനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആകെ കത്തിപ്പടർന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിമർശനങ്ങൾ, അത്തരം കാര്യങ്ങൾ ഈ സമ്മേളനത്തിൽ ചർച്ചയാകുമോ എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാന സർക്കാരിനെതിരെയും പ്രത്യേകിച്ച് അതിനകത്ത് എടുക്കേണ്ട നിലപാടുകൾ CPI വെള്ളം ചേർക്കുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചുമൊക്കെയുള്ള ചർച്ചകൾ ആലപ്പുഴയിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. നാളെയാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക. ഇന്ന് ഉച്ചയോടുകൂടി വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ദീപശിഖ ആരംഭിക്കും. നാളെ രാവിലെ 10 മണിക്കാണ് കളർകോട് നടക്കുന്ന കാനം രാജേന്ദ്രൻ സമ്മേളന നഗരിയിൽ ബിനോയ് വിശ്വം അതിന് ദീപശിഖ പകരുക. അതോടുകൂടി 3 ദിവസം നീളുന്ന പ്രതിനിധി സമ്മേളനങ്ങൾക്കാണ് തുടക്കമാവുക. എന്തായാലും വലിയ അട്ടിമറിയോ മറ്റ് സാധ്യതകളോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. വികസന കാഴ്ചപ്പാട് മുഖ്യ പ്രമേയമായി, മുഖ്യ അജണ്ടയായി ഇത്തവണത്തെ സമ്മേളനം മുന്നോട്ട് കൊണ്ടുവരും എന്നുള്ളതാണ്. കേരളത്തിന്റെ വികസന കാഴ്ചപ്പാട് മുൻനിർത്തിയുള്ള അത് മുഖ്യ അജണ്ടയായി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സമ്മേളനമായിരിക്കും ആലപ്പുഴയിൽ നടക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ ആലപ്പുഴയിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് മന്ത്രിമാരുള്ള പി പ്രസാദ് അടക്കമുള്ള മന്ത്രിമാരുള്ള ഇടമാണ്. കാർഷിക മേഖലയിലൊക്കെ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ, കാർഷിക ആത്മഹത്യകൾ അടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ എത്രമാത്രം മന്ത്രിമാർക്ക് ഇടപെടൽ നടത്തി എന്നുള്ളത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുമൊക്കെ ഉയർന്നു നിൽക്കുന്നുണ്ട്. അതൊക്കെ ഈ സമ്മേളനത്തിൽ എങ്ങനെ മുന്നിട്ടിറങ്ങും എന്നുള്ളതാണ്. എന്തായാലും വലിയ വിഭാഗീയ ഇസ്മായിൽ പക്ഷമൊക്കെ അത്തരത്തിൽ ആ ഒരു വലിയ രീതിയിൽ
ഒരു എതിർപ്പുമായി മുന്നോട്ട് വരാനുള്ള സാധ്യതകളൊന്നും ഈ സമ്മേളനത്തിൽ കാണുന്നില്ല. അങ്ങനെ അട്ടിമറി സ്വഭാവം ഉണ്ടാവാനും സാധ്യതയില്ല. ബിനോയ് വിശ്വം തന്നെ ആ സംസ്ഥാന നേതൃത്വത്തിനെ നയിക്കും എന്നുള്ള വിവരങ്ങളും ആണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, എത്ര അനുനയ ശ്രമങ്ങളും കാര്യങ്ങളെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും ഒക്കെ തന്നെയും സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളും മന്ത്രിമാരുടെ പെർഫോമൻസിലുള്ള വീഴ്ചകളും ഒക്കെ, അതിൽ അഭിപ്രായം പറയേണ്ട ആർജവം കാണിക്കാത്ത മന്ത്രിമാർക്കെതിരെയും ഒക്കെ വലിയ വിമർശനം ആലപ്പുഴയിൽ നടക്കുന്ന സമ്മേളനത്തിലും ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്, യെസ്, ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്നു വന്ന വിമർശനങ്ങൾ ആ നിലയിൽ തന്നെ സംസ്ഥാന സമ്മേളനത്തിലും ചർച്ച ചെയ്യപ്പെടുമോ? ഒപ്പം സർക്കാരിൻ്റെ വിലയിരുത്തൽ ആയി മാറുമോ? പ്രത്യേകിച്ച് ഇടിമുറി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകുന്നു. വാർത്തയുടെ വിശദാംശങ്ങളാണ് ശരണി നൽകിയത്.